നമസ്കാരം. എന്തെന്റെ വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നാളത്തെ വിശേഷം എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പലർക്കും ഓർമ്മയുണ്ടാവും. ഞാൻ സത്യം പറയാൻ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞപ്പോഴാണ് ഇതിനെ ഓർത്തത്. നമ്മുടെ നാളെയാണ് നമ്മുടെ കേരളപ്പിറവി ദിവസം, November 1st. അപ്പോൾ നമ്മുടെ കേരളപ്പിറവി ദിവസമായിട്ടൊരു മധുരം തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തനതായ ഒരു വിഭവമായ കൊഴുക്കട്ട. നല്ല സ്വീറ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട, നമ്മുടെ ശർക്കരയൊക്കെ വെച്ച്, നാളികേരവും ശർക്കരയൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ള കൊഴുക്കട്ടയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, അതേസമയം നല്ല സ്വാദിഷ്ടമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മാത്രമല്ല, ഞാനൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ റെസിപ്പി ഇട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളൊരു ഒരുപാട് പേര് എന്നോട് പറയാറ്. ചില സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അതേസമയം എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ വരുന്നില്ല ചേച്ചി എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്കേഷണലായിട്ടും ഓൾവേസ് അല്ലെങ്കിൽ നൺ എന്ന് പറയുന്ന ഓപ്ഷനായി കിടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളത് ഒക്കേഷണലായിരിക്കും ഇട്ടുണ്ടാവുക, ചിലർ നണ്ണായിരിക്കും ഇട്ടുണ്ടാവുക. അപ്പോൾ ഓൾവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പിംഗ് ഞാൻ അതാണ് ഇട്ടേക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് കൊഴുക്കട്ട തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കേരളപ്പിറവി ആശംസകൾ. താങ്ക് യു. ഞാൻ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പലർക്കും ചില വീഡിയോന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അതേസമയം ചില വീഡിയോന് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് എനിക്ക് വരുന്നുണ്ട്. അതിന് റീസൺ ഞാൻ പറഞ്ഞുതരാം. വീണാസ് കറിവേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വീണാസ് കറിവേൾഡിൻ്റെ പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സബ്സ്ക്രൈബ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുണ്ട്. അതേസമയം ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊന്നും ചെയ്യണ്ട. പിന്നെ നമുക്ക് കാണുന്നത് ഈ ബെൽ ബട്ടൺ ആണ്. ഈ ബെൽ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യണം. ഈ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഇത് വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഫ്രം വീണാസ് കറി വേൾഡ്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണാം, ഒക്കേഷണൽ എന്നുള്ള ഓപ്ഷൻ കാണാം, നൺ എന്നുള്ള ഓപ്ഷൻ കാണാം. അതായത് ഓൾ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നിങ്ങൾക്ക് ഞാൻ എന്ത് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ. പക്ഷേ ചില സമയത്ത് നിങ്ങളുടേത് ഒക്കേഷനിലാണ് കിടക്കുന്നുണ്ടാവുക ആ ബെൽ ബട്ടൻ്റെ സിമ്പിൾ. അതായത് വല്ലപ്പോഴും മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതേസമയം നണ്ണിൽ കിടക്കുകയെന്നാണെങ്കിൽ ഞാൻ എന്ത് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഈ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻസ് പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട് ഇട്ടത്. നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കരുത്. സംശയം തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. പക്ഷേ 2 കട്ട ശർക്കര ഞാൻ ഉപയോഗിക്കുന്നില്ല. എനിക്ക് അധികം മധുരം ഇഷ്ടമുള്ള ആളല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 1.5 കട്ടയാണ് ശർക്കര എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് നിങ്ങളുടെ ശർക്കരയുടെ അളവ് ക്രമപ്പെടുത്താൻ മറക്കരുത്. അപ്പം ഞാനിത് ശർക്കര ചീകിനിടാൻ പോകുന്നത്. അതായത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ശർക്കര ചീകിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ശർക്കര പാനി ആക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഉരുകി കിട്ടും. പക്ഷേ ചീക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്തി എടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. അല്ലാണ്ട് വേറെ വലിയ കാര്യമൊന്നുമല്ല. ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്ററിൽ ചെയ്യാം. പക്ഷെ കത്തിയിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പം തോന്നാറുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് ഞാനിങ്ങനെ ശർക്കര ഉരുക്കുക ഈ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന ശർക്കരയിൽ അഴുക്കൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ വെറുതെ ചീകിയിട്ട് നാളികേരവും ശർക്കരയും പിന്നെ ഏലക്കായും കൂടിയും കണ്ടിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി ഞരടി കൊഴുക്കട്ടയുടെ ഉള്ളിനെ വെക്കാറ്. അപ്പോൾ അങ്ങനെയും ചെയ്യാമെന്ന് പറയുമായിരുന്നു. ഉരുക്കണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ ഓത്തൻറ്റിക് ആയിട്ട് കൊഴുക്കട്ട ചെയ്യുമ്പോൾ നമ്മൾ ശർക്കര പാനി ആക്കിയിട്ട് തന്നെ ചെയ്യാറ്. അപ്പം നാട്ടിൽ കിട്ടുന്ന ശർക്കര എനിക്കറിയില്ല അതിൽ എത്രത്തോളം അഴുക്കുണ്ടാവും എന്നുള്ള കാര്യം. ഇവിടെ കിട്ടുന്ന ശർക്കരയൊക്കെ നല്ല ശർക്കരയാണ്. നമ്മൾ അരിച്ചു കഴിഞ്ഞാലും ഒരു അഴുക്കൊന്നും ഇതിൽ ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പം മൊത്തത്തിൽ 1.5 കട്ട ശർക്കര ഞാനിതുപോലെ ചീകിയിട്ടെ കേട്ടോ. 1.5 കഷ്ണം ശർക്കര ഞാനിവിടെ ചീകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ വെക്കുക. അതിനുശേഷം അത് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ കൊഴുക്കട്ടയുടെ റിക്വസ്റ്റ് എനിക്ക് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ പലതരത്തിൽ നമുക്ക് കൊഴുക്കട്ട ചെയ്യാം. അപ്പോൾ ഇതാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന ഒത്തൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന കൊഴുക്കട്ട. കൊഴുക്കട്ടയുടെ ഉള്ളിൽ ഫില്ലിങ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ കൊഴുക്കട്ട തന്നെ സ്പൈസി ആയിട്ട് കൊഴുക്കട്ട ചെയ്യാം, അങ്ങനെ നോൺ വെജ് വെച്ച് കൊഴുക്കട്ട ചെയ്യാം, പഴം വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഞാൻ പണ്ട് പഴം കൊഴുക്കട്ട ഇട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഒരുപാട് പേരും എന്നോട് പറയുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊഴുക്കട്ട ചെയ്യുമ്പോൾ ഒരുപാട് ഹാർഡായിട്ട് പോകുന്നു, കൊഴുക്കട്ടയ്ക്ക് ഒരു സോഫ്റ്റ്നെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എനിക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് ഉരുകട്ടെ.
ഇതാ ഇപ്പൊ നമ്മുടെ ശർക്കര നന്നായി ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കാം. അതായത് എന്തെങ്കിലും കല്ലോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സാധാരണ രീതിയിൽ ഇവിടെ ഒന്നും കല്ലും മണ്ണൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ പോലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. നമ്മുടെ ശർക്കര നീര് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരു അഴുക്കും ഉണ്ടായിരുന്നില്ല. ഇത് വീണ്ടും നമ്മളെ സെയിം പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശർക്കര പാനി ഉണ്ടല്ലോ, കുറച്ച് വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്, കുറച്ചും കൂടെ ഒന്ന് കുറുകാനുണ്ട്. കുറച്ചൊന്ന് കുറുകി ഒരു നൂൽപ്പരിവ് ആവണ്ട, അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നാളികേരം ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുവരെ ജസ്റ്റ് ഒന്ന് കുറുകട്ടെ. അപ്പോഴാണ് നമ്മൾ അതിലേക്ക് നാളികേരം ചേർക്കുമ്പോൾ നാളികേരവും ശർക്കരയും കൂടി നന്നായിട്ട് അങ്ങ് ഒട്ടിപ്പിടിച്ചൊരു നല്ലൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുള്ളൂ. ചിലർ നാളികേരം വറുത്തിട്ട് ഇടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് നാളികേരം വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലോട്ട് നാളികേരം ഇട്ടാൽ മതിയാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ ശർക്കര ചെയ്യുക, നാളികേരത്തിൽ കൂടെ ശർക്കര മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നന്നായി കൈ കൊണ്ട് ഞരടുക. എന്നിട്ട് ഫില്ലിംഗ് ആയിട്ട് അതിലേക്ക് വെച്ചു കൊടുത്താലും മതിയാവും. അത് ഈസി വേ കേട്ടോ. ഇപ്പൊ നമ്മൾ ശർക്കര നീര് ഒരുവിധം വറ്റിയിട്ടുണ്ട്. അതായത് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടില്ല, പക്ഷെ എന്നാൽ പോലും വറ്റിയിട്ടുണ്ട്. ഇത് മതി. ഒരുപാട് അങ്ങ് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഫില്ലിംഗ് അങ്ങ് കട്ടിയായിട്ട് മാറും. അത് പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ഒന്ന് വറ്റിയാൽ മതി. നമ്മൾ ഒഴിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് നാളികേരം ഇട്ട് കൊടുക്കണം. അപ്പോൾ മീഡിയം തീ എപ്പോഴും കുറച്ച് വെക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന 240 ml ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് നാളികേരം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ശർക്കര നീരെത്തണം. ചൂട് എപ്പോഴും കുറച്ച് വെക്കുക. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടിപ്പോൾ ഞാൻ വളരെ ലോലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഇതിലത്തെ പറ്റിയാൽ മതി. നാളികേരത്തിൽ ശർക്കരയൊക്കെ പിടിച്ച് ഒന്ന് ഡ്രൈ ആയാൽ മതി. ഓവറായിട്ട് ഡ്രൈ ആവാൻ പാടില്ല. ഓവറായി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ കൊഴുക്കട്ട ഓവർ ഡ്രൈ ആയിട്ട് മാറും. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് അല്പം ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കയുടെ പൊടി ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, പഞ്ചസാരയും കൂട്ടിയിട്ട്. അപ്പോൾ ഏലക്കയുടെ പൊടിയുടെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ല ജീരകം വേണമെന്നുണ്ടെങ്കിൽ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഈ കടായി എത്ര പേര് പലരും ചോദിക്കാറുണ്ട്. ഞാൻ പല വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വന്നാലും എൻക്വയറീസ് വരുന്നുണ്ട്. ഇത് ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്തതാണ്. വണ്ടർ ഷെഫിൻ്റെ കടായിയാണ്. വണ്ടർ ഷെഫ് എന്നാണ് കേട്ടോ ഈ കടായിയുടെ കമ്പനിയുടെ പേര്. അപ്പോൾ എന്നിട്ട് ഞാനിതൊന്ന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഒന്നും കൂടെ പറ്റാനുണ്ട് നമ്മുടെ ഫില്ലിങ്. ഇത് ഓവർ മധുരമില്ല, അതേസമയം അത്യാവശ്യത്തിന് മധുരം ഉണ്ട് താനും. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ഇതിൽ കടന്നിട്ട് വറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫില്ലിങ് മാറ്റി വയ്ക്കാം. ഏലക്കയുടെ മണം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഏലക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ജീരകം വേണമെങ്കിൽ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മതി. ഇനി ഇതിൽ ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആവും. അപ്പോൾ തൊടുമ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ ഫില്ലിങ് കേട്ടോ. ഓവറായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് ഇട്ട് വയ്ക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് ഒന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. കുക്കറിലോട്ട് നമുക്ക് 1.25 ഗ്ലാസും 2 ടേബിൾ സ്പൂണും വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന അരിപ്പൊടിയുടെ അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ എനിക്കിത് വെള്ളമാണെന്ന് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്കത് ശരിയായിരിക്കണം ഒരു നിർബന്ധമില്ല. അപ്പോൾ ഓരോരുത്തരും ചെയ്ത് നോക്കുക. അതിനുശേഷം പൊടിക്ക് ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേസമയം വെള്ളം കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിലേക്കിപ്പോൾ ഞാൻ 1 ഗ്ലാസ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം. പിന്നെ ഒരു 1/4 ഗ്ലാസും 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിപ്പൊടിക്ക്. ഇത് നന്നായി തിളക്കട്ടെ. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് എപ്പോഴും ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ആവാൻ പാടില്ല. അതേസമയം നമ്മൾ വെള്ളത്തിൽ ഉപ്പും വേണം. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ഇളക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ചെറുതായിട്ടൊന്ന് ഉപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ ബ്ലാൻഡ് ആയിരിക്കും നമ്മളെ കൊഴുക്കട്ട ഉപ്പില്ലെങ്കിൽ. അതൊന്ന് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നെയ്യാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ഹോൾസിൻ്റെ പത്തിരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഓൾറെഡി വറുത്തിട്ടുള്ള പൊടിയാണ്. അപ്പോൾ ഇനി ഞാൻ വറുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ പൊടിയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വറുത്തോളൂ. അതായത് ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ വറുത്തിട്ട് വേണം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. വേറെ ഏതെങ്കിലും കമ്പനിയുടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പനിയുടെ പൊടിക്കും വ്യത്യാസം വരും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എൻ്റെ ഇടിയപ്പം ട്രൈ ചെയ്തവർക്ക് അറിയാൻ പറ്റും. അതേ മെത്തേഡ് തന്നെയാണ് ഞാനിവിടെ കൊഴുക്കട്ട ചെയ്യാനും ചെയ്യുന്നത്. കുക്കറിൽ തന്നെയാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറും. പിന്നെ ഞാൻ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ 1.25 ഗ്ലാസ് ഒഴിച്ചില്ലേ, 3/4 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും ഒഴിച്ചിട്ട്
അതായത് നാളികേരത്തിൻ്റെ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഇതിനേക്കാളും സോഫ്റ്റ്നെസ് കൂടും. പക്ഷേ ഞാനിപ്പോൾ സാധാരണക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ആ മെത്തേഡ് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ സംശയങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ഈ നാളികേരപ്പാൽ ഒഴിച്ചത് ഉണ്ടാക്കുമ്പോൾ പിരിയിലേ ചേച്ചിന്ന്. അപ്പോൾ മുഴുവനും കട്ടിപ്പാലല്ല നമ്മൾ ഒഴിക്കുന്നത്. 3/4 ഗ്ലാസ് വെള്ളത്തിലോട്ട് നമ്മൾ 1/2 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ പിരിയില്ല കേട്ടോ. എന്നിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് പൊടി ഇട്ട് കൊടുത്താൽ, അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് പൊടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ അടുത്ത് ഭയങ്കര ആവിയാണ്, അതുകൊണ്ട് ഞാൻ ക്യാമറ കുറച്ച് മാറ്റി വെച്ചതാണേ. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് 1 ഗ്ലാസ് വറുത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ തീ കുറച്ചിട്ടുണ്ട്, മീഡിയം തീയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നല്ല തിളച്ച വെള്ളത്തിലോട്ട് മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇട്ട് അപ്പം തന്നെ അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നന്നായിട്ട് ഈ പൊടിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തണം. നന്നായിട്ട് പൊടി കിടന്ന് കുക്കാവണം. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. തീ ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാൻ മറക്കരുത്. അതേസമയം വെള്ളം കൂടുതലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം പൊടി 1 ടേബിൾ സ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ ശരിയാക്കാൻ മറക്കരുത് കേട്ടോ. എനിക്ക് ഇതിപ്പോൾ കറക്റ്റ് പരുവാണിത്. കാരണം ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാം വെള്ളം എത്ര വേണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത് മതി. എല്ലാം നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും നന്നായി വെള്ളം എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് വെയിറ്റോട് കൂടി അടച്ച് 15 മിനിറ്റ് നമുക്ക് വേറെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. ഈ അടുപ്പിൽ വെക്കാൻ പാടില്ല. ഈ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് അടപ്പ് അടച്ച് വെയിറ്റ് വെക്കണം കേട്ടോ. വെയിറ്റ് വെച്ചിട്ട് വേറെ അടുപ്പിലോട്ട് നമുക്കിത് മാറ്റി വെച്ച് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുക്കർ തുറക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ചൂടായിട്ടുണ്ട് നമ്മുടെ മാവിന്. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടി പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഇട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. ഇച്ചിരി വീതിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ചൂടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 15 മിനിറ്റ് കുക്കറിൽ വെക്കാൻ പറയുന്നത്. അപ്പോൾ ആ 15 മിനിറ്റ് കൊണ്ട് നന്നായി കുക്കായിക്കോളും. അപ്പം അതിന് ശേഷം കുഴച്ചെടുത്ത് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂട് കൂടുതൽ തോന്നുകയാണെങ്കിൽ കൈ ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് കൈ ഒന്ന് നന്നായി നനച്ചെടുത്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ച് കൊടുക്കുക. ഇപ്പോൾ ചൂടൊന്നും അധികമൊന്നും ഇല്ല. അപ്പോൾ അത് ചിലവരുടെ സെൻസിറ്റീവ് സ്കിന്നായിരിക്കും. ചിലവരെന്നോട് പറയാറുണ്ട് ചൂടിലൊന്നും കൈ വെക്കാൻ പറ്റില്ല, കൈ പെട്ടെന്ന് പൊള്ളിപ്പോണ പോലെ തോന്നും. അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ കൈ നന്നായിട്ട് ഗ്രീസി, അതായത് എണ്ണ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഗ്രീസി അല്ലാന്ന് വെച്ചാൽ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുക്കണം, അതിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് അങ്ങ് കുഴച്ച് കൊടുക്കുക കേട്ടോ. ഇത് കൊഴുക്കട്ടയുടെ ഇത് മാവ് വെന്തിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാമോ? ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് പോകും. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല, ടേസ്റ്റും കുറയും. ഈ കൈയിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നന്നായി അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ കുഴയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിക്കണം. 5 മിനിറ്റോളം അത് കുഴച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉള്ളിലോട്ട് അങ്ങ് പോകണം. ആ സമയം കയ്യിലൊന്നും ആവാനും പാടില്ല. അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി നമ്മുടെ മാവിൻ്റെ. ഇത് നമുക്ക് നനഞ്ഞ തുണി വെച്ച് ഒന്ന് മൂടി കൊടുക്കുക. അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ആ മാവ് എടുത്തിലിടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചോളൂ. അപ്പോൾ പിന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് എല്ലാ പരിപാടികളും ഒരുമിച്ച് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ സംശയം എന്നുണ്ടെങ്കിൽ ഇത് ഈ മാവ് എടുത്തൊരു ഒരു കാസറോളിൽ വെച്ചിട്ട് അടച്ചു വെച്ചോളൂ. അപ്പോൾ ഒട്ടും ഇതിൻ്റെ ചൂട് പോവില്ല കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. ഒരു കടായി എടുക്കുക. കടായിലോട്ട് ഇപ്പോൾ നേരത്തെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. സ്റ്റീമറൊക്കെ റെഡിയാക്കി വെച്ചോളൂ. അപ്പോൾ ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നിങ്ങളുടെ അടുത്ത് സാധാരണ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഇഡ്ഡലി തട്ട് ഉണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. ഞാനിപ്പോൾ സാധാരണ എല്ലാവർക്കും ഇപ്പോൾ സ്റ്റീമറോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറോ അതല്ലെങ്കിൽ മറ്റേ ഇഡ്ഡലി തട്ടോ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പ് ഏതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം മെത്തേഡ് തന്നെ. പാത്രം, ഒരു വെയിറ്റ് ഉള്ള പാത്രം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഇതുപോലത്തെ ബാംബൂൻ്റെ സ്റ്റീമറാണ് വെക്കുന്നത്. അതിലേക്ക് ഇത് മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഹൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം വെച്ചിരിക്കുന്നത്. അതായത് വെയിറ്റ് വേണം, അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്ന് ആടാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ അടപ്പ് ഇങ്ങനെയാണ് കേട്ടോ, കുറച്ച് കുലുക്കമുള്ള അടപ്പാണത്. അപ്പോൾ അത് നന്നായിട്ട് സ്റ്റീം വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കൊഴുക്കട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ കൊഴുക്കട്ട വെക്കുന്നതിനൊക്കെ മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടി പിടിക്കും സ്റ്റീം ചെയ്ത് വരുമ്പോൾ. കൊഴുക്കട്ടയുടെ മാവ് നമുക്ക് എടുക്കാം. ഒരു ചെറിയ ഉരുള കൊഴുക്കട്ട നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ആദ്യം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കഴിഞ്ഞിട്ട് എടുത്തിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നോളും. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ വെച്ച് അടച്ചു വെച്ചാലും മതിയാവും. മുകളിൽ ഒരു നനഞ്ഞ തുണി ഇടാൻ പ്രത്യേകിച്ച് മറക്കരുത്, അല്ലെങ്കിൽ മാവ് ഭയങ്കര പെട്ടെന്ന് തന്നെ അങ്ങ് ഡ്രൈ ആയിട്ട് മാറും. ഉരുളകൾ നന്നായി ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്താൽ മതി. ഇതിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉരുളയാക്കിയിട്ട് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നൈസായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നൈസായിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയതായിട്ട് നമ്മുടെ ഉരുള ഇങ്ങനെ ഇതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു ടീസ്പൂൺ ഫില്ലിങ്ങാ വെച്ചിട്ടുള്ളൂ. ഒരുപാട് ഫില്ലിങ് ഞാൻ വെക്കാറില്ല. അതിന് ശേഷം ഇതിൻ്റെ എല്ലാ വശവും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമുക്കിതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ചെറിയ കൊഴുക്കട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, വലുതല്ല. എല്ലാ ഭാഗവും കൂടി വരണം. അപ്പം ഒരുപാട് ഫില്ലിങ് ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫില്ലിങ് എടുക്കാൻ പറയുന്നത്. പിന്നെ അതിന് ശേഷം എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. ഒരു ഉരുള കിട്ടിയില്ല, നമുക്കൊരു പാത്രത്തിലോട്ട് വെക്കുക. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോണത് പക്ഷെ ഇങ്ങനെയല്ല. ഇനി ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൊഴുക്കട്ട ഈ മോദകത്തിന്റെ, അതായത് ഇതിന്റെ അച്ച് വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. ലുലു പോലുള്ള സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൺറൈസിൽ ഒക്കെ ഉണ്ടാവും. ചോദിച്ചാൽ മതി മോദകത്തിന്റെ അച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. കടക്കാരോട് നിങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ മോൾഡ് എടുക്കുക, എന്നിട്ട് ഇതങ്ങ് അടച്ചു വെക്കുക. ഓക്കെ, അടച്ചു വെച്ചിട്ട് അതിന്റെ സൈഡിൽ കുറച്ച് എണ്ണ അങ്ങ് തടവി കൊടുക്കുക. അതായത് നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോ ഏതോ എണ്ണയായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമില്ല. നെയ്യാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. എനിക്ക് നെയ്യിൻ്റെ മണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തടവിന്ന് മാത്രം. അപ്പോൾ നെയ്യ് തടവി കൊടുത്താലും മതിയാവും. സൈഡിൽ എല്ലായിടത്തും എത്തണം, കാരണം ഇതല്ലെങ്കിൽ വിട്ടുപോരില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് മാവ് ചൂടാറാതിരിക്കാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ചെറിയ ബോൾ മാത്രം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ, ഓപ്പൺ ആവാൻ പാടില്ല. എന്നിട്ട് ഈ മോദകത്തിൻ്റെ അച്ചിൻ്റെ സൈഡിലോട്ട്, ഈ വോളിലോട്ട് എല്ലാ ഭാഗത്തോട്ടും ഇതങ്ങ് ഉള്ളിൽ നിന്ന് അങ്ങ് അമർത്തി കൊടുക്കുക. മനസ്സിലായ? ഹോള് വേണം, പക്ഷെ മാവൊക്കെ കറക്റ്റായിട്ട് അതിലോട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കണം, ഇതിൻ്റെ വോളിലോട്ട്. അതിൻ്റെ ആ വരകളൊക്കെ നമ്മുടെ ഈ മാവുമ്മലേക്ക് വന്നോളും. ഓക്കെ, ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഓട്ടകളൊന്നും വരാൻ പാടില്ല, അതായത് ഇത് കീറാൻ പാടില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ ഓവറായിട്ട് നിങ്ങൾ അങ്ങോട്ട് നൈസായിട്ട് തേച്ച് കൊടുക്കാൻ പാടില്ല. അതായത് ഓവറായിട്ട് അങ്ങ് ഇതിൻ്റെ മോൾഡിൻ്റെ ഭിത്തിയിലോട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആകെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് എടുക്കുന്ന സമയത്തും പൊളിഞ്ഞു പോരും, പൊട്ടിപ്പോരും. എനിക്ക് പല പ്രാവശ്യം പറ്റിയിട്ടുള്ള അബദ്ധമാണത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് ഓവറായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പാടില്ല. ഒരു ടീസ്പൂൺ കൂടുതൽ ഫില്ല് ചെയ്യാൻ പാടില്ല, കാരണം ഓവറായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടി അങ്ങ് പുറത്തോട്ട് വരും. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ നമുക്ക് ഫില്ല് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചും കൂടെ മാവിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. അതായത് ഈ ഫില്ലിങ് പുറത്ത് വരാൻ പാടില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുക്കുക, എന്നിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുക, അതിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ സൈഡിലോട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഫില്ലിങ് പുറത്തേക്ക് പോകില്ല, ഇത് നല്ല ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മോദകം. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ മോദകം എന്ന് തന്നെ പറയാം. അതിൻ്റെ ഫില്ലിങ് വേറെയാണ്, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ കൊഴുക്കട്ട ഞാൻ എപ്പോഴും ഈ നമ്മളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് മോൾഡിലാണ് തയ്യാറാക്കി എടുക്കാറ്. പലതരത്തിൽ പല ഷേപ്പിൽ നമുക്ക് മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇത് പതുക്കെ ഓപ്പൺ ചെയ്യാം. പെട്ടെന്നൊന്നും ഓപ്പൺ ചെയ്യാൻ പാടില്ല, പതുക്കെ നമുക്കിതൊന്ന് തുറക്കാം. പതുക്കെ തുറക്കുമ്പോൾ, അതായത് ഓവറായിട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പെട്ടെന്ന് ഇങ്ങനെ പോരും. എന്നിട്ട് അപ്പോൾ എന്ത് കിട്ടും? വേണ്ട, നല്ല ഷേപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഇതിങ്ങനെ അടുത്തത് ഇങ്ങനെ പതുക്കെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വലിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ സാധനങ്ങൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ ഓപ്പൺ ചെയ്യാൻ പറയുന്നത്. പിന്നെ ഇതുമേൽ എണ്ണ തടവിയാൽ മാത്രമേ നമുക്കിത് ഇത് പെട്ടെന്ന് നമുക്ക് വിരിച്ചെടുക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ പോലെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ 4 എണ്ണമാണ് അറ്റ് എ ടൈം കൊള്ളുന്നത്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല ഹൈ സ്റ്റീം വരുന്ന സമയത്ത് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ വേവിക്കാം. 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം കുറച്ചതിന് ശേഷം സൂക്ഷിച്ച് നമുക്ക് എപ്പോഴും സ്റ്റീമറിൽ നിന്ന് എടുക്കാൻ പാടില്ല, കയ്യിൽ നിന്ന് പൊള്ളാൻ പാടില്ല. നമ്മൾ അടിപൊളിയായിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് എന്ത് സോഫ്റ്റ് എന്നറിയാമോ? അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്.
കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ എനിക്ക് 12 എണ്ണമാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. 12 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരിക്കുന്നത്, ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 8 എണ്ണം കൂടെ അവിടെ അതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 4 എണ്ണം റെഡി ആയിട്ടുണ്ട്. അടുത്ത ബാച്ചും കൂടി 2 പ്രാവശ്യം കൂടി വെച്ച് കഴിഞ്ഞാൽ 12 എണ്ണം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള, അതേസമയം സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ കൊഴുക്കട്ട, സ്വീറ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കൊഴുക്കട്ട തയ്യാറാക്കുമ്പോൾ ഫില്ലിംഗ് ഉണ്ടല്ലോ, നാളികേരത്തിന്റെ ഫില്ലിംഗ് കുറച്ചധികം ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ അത് ഫ്രീസറിലെടുത്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ ആവശ്യത്തിന് മാവ് മാത്രം കുഴച്ചെടുത്ത് ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്താലും മതിയാവും. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. 12 എണ്ണത്തിന് പറ്റുന്നതാണ് 1.5 ഗ്ലാസ് നാളികേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ശർക്കര എനിക്ക് 1.5 അച്ച് മതി. നിങ്ങൾക്ക് കൂടുതൽ ശർക്കര വേണമെന്നുണ്ടെങ്കിൽ 2 അച്ച് വരെ ആവാം. അതേസമയം ഒട്ടും മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ 1 അച്ച് ശർക്കര മതിയാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് സെയിം പ്രൊസീജിയർ പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം. പഞ്ചസാര വെച്ചിട്ട് ചെയ്യുമ്പോൾ പഞ്ചസാര ജസ്റ്റ് ഒന്ന് 1/2 ഗ്ലാസ് വെള്ളത്തിൽ പഞ്ചസാര ഉരുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കട്ടയാവുന്ന സമയത്ത് നാളികേരം ഇട്ടിട്ട് അതേപോലെ തന്നെ കടമ പൗഡർ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി അങ്ങനെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പഞ്ചസാരയുടെ ആണെങ്കിൽ എല്ലാവരിലും ഇപ്പോൾ ശർക്കര ഉണ്ടായിരിക്കണം ഒരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ പോലും അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നല്ല അസല് സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കൂടുതൽ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് പിന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീമറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അതേസമയം ഓവനിൽ വെച്ചൊന്നും ചൂടാക്കാൻ പാടില്ല. ഓവനിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങനെ ഹാർഡായിട്ട് മാറും. അപ്പോൾ സോഫ്റ്റ്നെസ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചൂടാറി കഴിഞ്ഞാലും ഒരു ജസ്റ്റ് സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കുക. അതിനുശേഷം ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഞാനൊരു ചെറിയ കഷ്ണം കൊഴുക്കട്ട കഴിച്ചു നോക്കട്ടെ കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അതിൽ വെച്ചാൽ വലിഞ്ഞു പോകുന്ന കൊഴുക്കട്ടയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അടുക്കള കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് അയ്യോ ആകെ ഇതായിട്ടിരിക്കേണ്ട അടുക്കള അപ്പോഴല്ലേ കാണിച്ചു കൊടുക്കണ്ടേ? ഞാനിവിടെ ഉള്ളി ബജ്ജി ഉണ്ടാക്കാണ്. വേണം ആർക്കെങ്കിലും? അവയ്ക്ക് വിശക്കണോന്ന് പറഞ്ഞപ്പോഴേ എത്രന്നൊരു ഉള്ളി ബജ്ജി ഉണ്ടാക്കാൻ വെച്ചു. ഉള്ളി ബജ്ജി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തൊരു കാണാൻ മറക്കരുത്. ശരി, നമ്മളെ അടുക്കള കാണാൻ മാത്രമൊന്നും ഇല്ല. ഞാൻ ചെറിയൊരു കുഞ്ഞടുക്കളയാണ് നമ്മളെ. കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ തലയിട്ട് വീഴും. അലങ്കോലായി വെച്ചേക്കണ് കാണിച്ചു കൊടുക്കണ്ടേ? വേണ്ട, കൂർക്ക വെള്ളത്തിലിട്ട് വെച്ചേക്കാം. ജ്യൂസർ കുക്കിംഗ് റേഞ്ച്, ഫ്രിഡ്ജ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ അടുക്കള. അതെ, ടാറ്റാ.